പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കപ്പെട്ടതിന്റെ വേദനയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പുന്ന ഒരു മുതിർന്ന നേതാവിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. കുന്നംകുളം മുൻ MLA-യുടെ ഭാര്യയെന്ന് കാണിച്ച് PK ശ്രീമതി കുടുംബ പെൻഷൻ വാങ്ങുന്നുവെന്ന ദുഷ്പ്രചാരണവുമായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരുന്നു. പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളുടെ സാഹചര്യത്തിൽ താൻ പറയാത്ത വാചകം തിരികെ കയറ്റി തന്നെ അധിക്ഷേപിക്കാനുള്ള ശ്രമവും നിരന്തരമായി നടക്കുന്നുവെന്നാണ് PK ശ്രീമതി ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കും അമ്മമാരില്ലേ എന്ന് ചോദിച്ച PK ശ്രീമതിയുടെ കണ്ഠമിടറുന്നതാണ് കണ്ടത്. അസംബന്ധമായ വാർത്തകൾ ജനം TV-യുടെ ഭാഗത്തു നിന്ന്, അതിനുശേഷം കർമ്മ, അതിനുശേഷം ഭാരത് ലൈവ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സായാഹ്ന പത്രം സുദിനം, PR കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഉണ്ടത്രേ. ആ വ്യക്തിയുടെ ഭാര്യ ആയിട്ട് ഞാൻ അഭിനയിച്ച് നിയമസഭയിൽ MLA എന്നുള്ള നിലയിൽ കിട്ടേണ്ടുന്ന ഫാമിലി പെൻഷൻ ഞാൻ വാങ്ങുന്നു. ഓൺലൈൻ മാധ്യമങ്ങളുടെ ക്രൂരതയ്ക്കിരയായതിന്റെ അനുഭവം തുറന്നു പറയുകയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി. കുന്നംകുളത്തെ മുൻ MLA-യുടെ ഭാര്യയാണെന്ന് കാണിച്ച ശ്രീമതി അനധികൃതമായി കുടുംബ പെൻഷൻ വാങ്ങുന്നുവെന്ന ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് സംഘപരിവാർ അനുകൂല ടെലിവിഷൻ ചാനലാണ്. അത് പിന്നീട് ചില ഓൺലൈൻ മാധ്യമങ്ങളും കണ്ണൂരിലെ സായാഹ്ന പത്രവും ഏറ്റെടുക്കുകയായിരുന്നു. താൻ മുൻ MLA എന്ന തരത്തിലുള്ള പെൻഷൻ മാത്രമാണ് വാങ്ങുന്നത് എന്ന് പറഞ്ഞ PK ശ്രീമതി ഇത് ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിൽ മോശക്കാരിയാക്കാനുള്ള ശ്രമമാണെന്നും പറഞ്ഞു. PK ശശിക്കെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ പരാതിയിൽ നടത്തിയ പ്രതികരണത്തിലും PK ശ്രീമതി വിശദീകരണം നൽകി. തീവ്രത എന്ന പദം താൻ ആ സാഹചര്യത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നും അത് തനിക്കെതിരെ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുവെന്നും PK ശ്രീമതി പറയുന്നു. അടിസ്ഥാനരഹിതമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിനിടയിൽ നാറ്റിക്കുക, അപമതിപ്പുണ്ടാക്കുക എന്നുള്ള ആ ദുരുദ്ദേശത്തിലൂടെയല്ലേ ഇത്രയും വ്യാപകമായ അധിക്ഷേപങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ആരും തന്നോട് യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. 45 വയസ്സുവരെ സ്കൂൾ അധ്യാപികയായ താൻ അധ്യാപിക അല്ലെന്ന് വരെ പ്രചരിപ്പിച്ചു. നിങ്ങൾക്കൊന്നും അമ്മമാരില്ലേ എന്ന് ചോദിച്ച PK ശ്രീമതിയുടെ വാക്കുകൾ ഒരു വേള ഇടറി. മാനനഷ്ടത്തിന് DGP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും ശ്രീമതി അറിയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. PK ശ്രീമതിയെ പോലൊരു നേതാവിന് പോലും പൊട്ടിക്കരയേണ്ടി വന്നത് ഈ വ്യാജ വാർത്തയുടെ തീവ്രത ഒന്നുകൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ PR കൃഷ്ണന്റെ ഭാര്യയുടെ പേരിൽ PK ശ്രീമതി പെൻഷൻ വാങ്ങുന്നുവെന്നാണ് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകിയത്. ഇത് പേരിലെ സാമ്യം മാത്രമാണ് വ്യാജ വാർത്ത നൽകാൻ കാരണമായത് എന്നാണ് മനസ്സിലാക്കുന്നത്. PK ശ്രീമതിയോട് പോലും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതിലുള്ള പ്രതിഷേധവും രോഷവുമാണ് PK ശ്രീമതിയുടെ വാക്കുകളിലും ഉള്ളത്. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറുന്നയാളാണ് PK ശ്രീമതി. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നേതാവാണ്. നമുക്കറിയാം, മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണ്. ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് പോലും ഒന്ന് വിളിച്ചാൽ, ഫോണിൽ വിളിച്ചാൽ കാര്യങ്ങൾ വിശദമാക്കുന്ന, പ്രതികരിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഒരു ഫോൺ കോൾ അകലമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ വാസ്തവം തിരിച്ചറിയാൻ. അതിന് പകരം വ്യാജമായൊരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് അവരെ വേട്ടയാടുന്നതാണ് കണ്ടത്. ഇത്ര പ്രായമായിട്ടും തനിക്കെതിരെ പോലും ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു എന്ന് ശ്രീമതി ടീച്ചർ കണ്ണു നനഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമുക്കും അത് വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്. ഏതായാലും നിയമ നടപടികളിലേക്ക് പോവുകയാണല്ലേ? അവിനിത, സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു PK ശ്രീമതി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ നിന്ന നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായത്. ഇത്ര പ്രായമായ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ, ക്രെഡിബിളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, മികച്ച രീതിയിൽ ഇവിടെ ആരോഗ്യവകുപ്പൊക്കെ കൊണ്ടുപോയ ഒരാൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുന്നു. അതും ഭർത്താവ് മരിച്ചുപോയ ആളാണ്, മറ്റൊരാളെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് പെൻഷൻ കൈപ്പറ്റുന്നു എന്ന തരത്തിലാണ് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ച സംഘപരിവാർ അനുകൂല നിലപാടുള്ള യൂട്യൂബേഴ്സും വാർത്തകൾ ചെയ്തത്. ഈ വാർത്തയുടെ കാര്യത്തിലേക്ക് വന്നാൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. ഇതേ വാർത്ത ഇതേ രൂപത്തിൽ നമ്മുടെ അടുത്തും എത്തിയിരുന്നു. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച ഒരു വിവരം, ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള കോപ്പി സഹിതം എന്നെ ഒരാൾ സമീപിച്ചിരുന്നു. ഇങ്ങനെ PK ശ്രീമതി ഈ തരത്തിൽ മറ്റൊരാളുടെ പേരിൽ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ആ വിവരം തന്ന ആൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അന്വേഷണത്തിൽ കുന്നംകുളത്ത് PR കൃഷ്ണൻ എന്ന് പറഞ്ഞ
ഒരു എം എൽ എ ആണ് ഈ പി കെ ശ്രീമതിയുടെ കൂടെ പേര് എഴുതിയിരിക്കുന്ന ആൾ. ആ എം എൽ എ, അങ്ങനെ ഒരു എം എൽ എ ഉണ്ട്. ആ എം എൽ എക്ക് പി കെ ശ്രീമതി എന്ന പേരിലുള്ള ഒരു ഭാര്യ ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം, എന്നിട്ടേ വാർത്ത കൊടുക്കാവൂ. അതായത് വാർത്ത തന്ന ആൾക്ക് കൃത്യമായി ഒരു വിജിലൻ്റ് ആയിരുന്നു. സ്വാഭാവികമായും നമുക്ക് വാർത്ത തന്ന ആൾ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സ്ഥാപനത്തിനും കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, ഇത് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖ മാത്രമാണ് എന്ന വിവരം പങ്കുവച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ടും ഒരു വാക്കുപോലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് പി കെ ശ്രീമതിയോട് ചോദിച്ചിട്ടില്ല എന്നതാണ് അവരൊരു പ്രശ്നമായി കാണുന്നത്. അതാണ് റഹീസ് പറഞ്ഞതുപോലെ തന്നെ വ്യക്തിപരമായി ഓരോ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്നയാളാണ് പി കെ ശ്രീമതി ടീച്ചർ. ഇത്ര അധികം കാലം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെയുള്ള ഒരു ആരോപണം ഉയർന്നതായി പോലും ഓർമ്മയില്ല. അത്ര സംശുദ്ധമായ ഒരു രാഷ്ട്രീയം പിന്തുടരുന്നയാളാണ്. മാത്രമല്ല അവരുടെ ജീവിത പങ്കാളി അടുത്തിടെയാണ് വിട പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം, വ്യാജ പ്രചാരണം നടക്കുമ്പോൾ സ്വാഭാവികമായും അവരെ അത് വല്ലാതെ ഉലയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾക്കും അമ്മമാരില്ലേ? ഈ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവരോട്, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരോടും അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്.